എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കർക്കിടക മാസത്തിൽ വീടുകളിൽ തയ്യാറാക്കി കഴിക്കേണ്ടതായിട്ടുള്ള ഞവരരി കഞ്ഞിയാണ്. ഈ ഒരു കഞ്ഞി തയ്യാറാക്കുമ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടെ ചേരുവകളൊക്കെ ചേർത്തിട്ട് വേണം തയ്യാറാക്കി എടുക്കാനായിട്ട്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയ ഈ ഒരു കർക്കിടക ഞവര അരിക്കഞ്ഞി എങ്ങനെയാണ് നമ്മുടെ വീടുകളിൽ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നമ്മുടെ വീഡിയോയിൽ കൂടെ കാണാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് നിങ്ങളുടെ വിലയേറെ ലൈക്ക് തരാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് കർക്കിടക ഞവരരി കഞ്ഞി തയ്യാറാക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 240 ml അളവുള്ള കപ്പില് 1 കപ്പ് അളവിലാണ് ഞവര അരി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അരി പാത്രത്തിലേക്ക് മാറ്റാം. ഞവരരി കഴിക്കുന്നത് കൊണ്ട് രോഗപ്രതിരോധ ശേഷി കൂട്ടാനും പ്രമേഹ രോഗം നിയന്ത്രണത്തിലാക്കാനും ദഹനം മെച്ചപ്പെടുത്താനും ശരീരഭാരം നിയന്ത്രിക്കാനും വളരെ തന്നെ നല്ലതാണ്. ഞവര അരി പാത്രത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ 1/4 കപ്പ് അളവില് മുതിരയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കിതിലേക്ക് തന്നെ ചേർക്കാം. മുതിര കഴിക്കുന്നത് കൊണ്ട് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും വൃക്കയിലെ കല്ലുകൾ അലിയിച്ച് കളയാനും വളരെ നല്ലതാണ്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അളവില് ചെറുപയർ ചേർക്കാം. ചെറുപയർ കഴിക്കുന്നത് കൊണ്ട് പ്രമേഹ സാധ്യത കുറയ്ക്കാനും ദഹനം മെച്ചപ്പെടുത്താനും വളരെ തന്നെ നല്ലതാണ്. ഇനി ഇതിലേക്കായിട്ട് നല്ല ജീരകമാണ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ അളവിലാണ് ചേർത്തിട്ടുള്ളത്. ജീരകം നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായ നല്ല ചൂട് നൽകുന്നുണ്ട്. രക്തത്തിലെ പഞ്ചസാരയും കൊളസ്ട്രോൾ നിയന്ത്രണത്തിലാക്കാനും വളരെ തന്നെ നല്ലതാണ്. കൂടെ തന്നെ നമുക്ക് വേണ്ടത് ഉലുവയാണ്. ഉലുവയും 1 ടേബിൾ സ്പൂൺ അളവിലാണ് ചേർത്തിട്ടുള്ളത്. ഇതും പ്രമേഹ സാധ്യത വളരെ തന്നെ കുറയ്ക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവില് കറുത്തെള്ളാണ് എടുത്തിട്ടുള്ളത്. കറുത്തെള്ളിന് മുഖസൗന്ദര്യം, എല്ലുകളുടെ ആരോഗ്യം, തലമുടി വളർച്ച, സന്ധിവാതം ചെറുക്കാനും വളരെ തന്നെ സഹായകരമാണ്. എള്ളും ചേർത്ത് കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ അളവിൽ ആശാളിയാണ് ചേർക്കുന്നത്. ആശാളി നമ്മുടെ ശരീരത്തിലേക്ക് വിളർച്ച തടയാനും ആർത്തവ ക്രമീകരണത്തിനും ശരീരഭാരം കുറയ്ക്കാനും മുടി വളർച്ചയ്ക്കും വളരെ തന്നെ സഹായകരമാണ്. ഈ ഒരു ആശാളി എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും നമുക്ക് വാങ്ങാൻ ലഭിക്കുന്നതാണ്. ഇതും നമുക്ക് ഇതിലേക്ക് തന്നെ ചേർത്ത് നല്ലോണം തന്നെ ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം. കഴുകിയതിന് ശേഷം നമുക്ക് വെള്ളത്തിലൊന്ന് കുതിർത്താൻ വെച്ചു കൊടുക്കണം. നിങ്ങൾക്ക് ഇത് രാത്രിയിൽ വേണമെങ്കിലും അരി കഴുകി കുതിർത്താൻ വെച്ചു കൊടുക്കാം. ഞാനിപ്പോ രാവിലെയാണ് അരി കുതിർത്തി എടുക്കുന്നത്. ഇനി നമ്മൾ വൈകുന്നേരമാണ് കഞ്ഞി തയ്യാറാക്കുന്നത്. അപ്പോൾ കഴുകിയതിന് ശേഷം നല്ല വെള്ളത്തിൽ തന്നെ നമുക്ക് കുതിർത്താൻ വെച്ചു കൊടുക്കാം. അങ്ങനെ അരിയെല്ലാം കഴുകി നല്ല വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അരി ഒന്ന് കുതിർന്ന് വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഞവരരിയൊക്കെ കുതിർത്താൻ വെച്ചിട്ട് ഒരു 3-4 മണിക്കൂർ ആയിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് തന്നെ ഇതെല്ലാം നല്ലോണം തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കാനായിട്ട് ഒരു കുക്കറിലേക്കാണ് ഞാനിവിടെ മാറ്റുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൺകലത്തിൽ വെച്ചും വേവിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കുന്നത് കൊണ്ട് കുക്കറിൽ വെച്ചാണ് വേവിച്ചെടുക്കുന്നത്. ഇനി ഒരു കുക്കർ എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല മയത്തിൽ വെന്ത് കിട്ടാനായിട്ട് 2 ടീസ്പൂൺ അളവില് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കുറഞ്ഞ അളവിൽ ഉപ്പ് ചേർക്കാം. ഇനി ഇതെല്ലാം നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ കുക്കർ അടുപ്പിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കർ മൂടി ഒരു 5-8 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. അങ്ങനെ കുക്കർ മൂടി കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ എയർ പിടിച്ച് വരുമ്പോഴേക്കും നമുക്ക് വിസിലിട്ട് കൊടുക്കാം. ആദ്യ വിസില് ഫുൾ ഫ്ലെയിമിൽ, അതിനുശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് നമുക്കിത് വേവിച്ചെടുക്കേണ്ടത്. അങ്ങനെ ഒരു 6 വിസിൽ കൊണ്ട് തന്നെ നമ്മുടെ അരിയെല്ലാം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോ ഈ ഒരു പാകത്തിലാണ് വെന്ത് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് മധുരം ചേർക്കാനാണ് താല്പര്യമെങ്കിൽ മധുരം ചേർക്കാം. അല്ലെങ്കിൽ ഇപ്പോ മധുരം ചേർക്കാതെ തന്നെ നമുക്ക് കഞ്ഞി കുടിക്കാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ കല്ലും മണ്ണൊന്നും ഇല്ലാത്ത ശർക്കരപ്പൊടി 150 ഗ്രാം അളവിലാണ് ചേർക്കുന്നത്. ഒരുപാട് മധുരം ഒന്നും തന്നെ ചേർക്കുന്നില്ല. മധുരവും കൂടെ ചേർത്ത് വീണ്ടും നല്ലോണം തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. മധുരം ഒന്ന് പിടിച്ചു കിട്ടുന്നതിനായിട്ട് ചെറിയ തീയിൽ വെച്ച് ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കാം. കൂടുതലായിട്ട് മധുരം ചേർക്കരുത്. ആവശ്യത്തിനുള്ള ഒരു മധുരം മാത്രമേ നമുക്ക് പാടുള്ളൂ. ചെറിയ തീയിൽ വെച്ച് ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരമുറി നാളികേരം തിരുമ്മി ഒന്ന് അരച്ച് ചേർക്കാം. നാളികേരം തിരുമ്മി എടുത്തു കഴിഞ്ഞാൽ ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഇവിടെ നാളികേരം അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് അരച്ച നാളികേരം ഈ ഒരു നവരക്കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറ് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ നവര അരിക്കഞ്ഞി ഇവിടെ
റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കർക്കിടക മാസത്തിൽ കഴിക്കേണ്ടതായിട്ടുള്ള വളരെ പ്രാധാന്യം നിറഞ്ഞിട്ടുള്ള ഒരു കഞ്ഞിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കഴിക്കുക. നാളികേരം അരച്ചത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെയില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതിയാകും. ഇപ്പോൾ നമ്മുടെ കഞ്ഞി ഒന്ന് ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. നെയ്യൊക്കെ ചേർക്കുമ്പോൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ 2-3 ടീസ്പൂൺ അളവിൽ ചേർക്കുന്നുണ്ട്. ഇനി ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള കർക്കിടക നവരക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഉടൻ തന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ടുള്ളതും ശരീരത്തിന് ഒരുപാട് ബെനിഫിറ്റ് ഉള്ളതുമായിട്ടുള്ള കർക്കിടക ഞവരരി കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ല ചൂടോടുകൂടി തന്നെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോയും ഇത്രയുള്ളൂ കേട്ടോ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് കൂട്ടുകാരെല്ലാവരും വീഡിയോകളെ തയ്യാറാക്കി കഴിക്കണേ. അതുപോലെ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും തുടർന്നുള്ള വീഡിയോസ് എല്ലാം കാണുന്നതിനായിട്ട് ആ ഒരു കുഞ്ഞു ബെല്ലൈക്കനും കൂടെ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും ഇന്ന് കണ്ട ഈ ഒരു വീഡിയോയ്ക്ക് നിങ്ങളുടെ വിലയേറെ ലൈക്കിൽ തരാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെയും കണ്ടുമുട്ടാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.